ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ റോമാലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിന്റെ 5-ാം അധ്യായത്തിലേക്കാണ് നാം എത്തിച്ചേരുവാനായിട്ടിടയായത്. അപ്പോ ഇന്നത്തെ ഈ ആഴ്ചയിൽ തുടക്കത്തിലായതുകൊണ്ട് 2 ദിവസം അവധിയെല്ലാം കിട്ടിയതുകൊണ്ടും എത്ര പേര് അതെല്ലാം ഓർത്തിരിക്കുന്നു എന്നറിയത്തില്ല. എങ്കിലും ഒന്ന് റീക്യാപ്പ് എല്ലാം ഒന്നുകൂടി അവലോകനം ചെയ്യാൻ പുതിയതായി കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. അപ്പം അവർക്കെല്ലാം ഒന്ന് മനസ്സിലാകുവാനായിട്ട് ഇടയാകേണ്ടതിന് നാം റോമാലേഖനം ആദ്യം പഠിച്ചത് എന്താ? പാപത്തെക്കുറിച്ച്. ആദ്യം ആമുഖം ഉണ്ടായിരുന്നു, അതിനുശേഷം പാപം. അപ്പോ ആരൊക്കെയാ പാപികള്? പേഗൻസ്, അതായത് വിഗ്രഹാരാധികൾ പാപികളാണെന്ന് പഠിച്ചു. അടുത്തത് ധാർമ്മിക ബോധമുള്ള മനുഷ്യൻ. അതിൽ ആര് എന്നില്ല, ധാർമ്മികമായി ഞാൻ എല്ലാം നല്ലതാണ് ചെയ്യുന്നത് എന്ന് സ്വയം ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരും ആരാണ്? പാപികളാണെന്ന് പഠിക്കുവാനിടയായി. അടുത്തത് മതഭക്തന്മാര്, പാരമ്പര്യത്തിലും ആചാരങ്ങളിലും ഒക്കെ ജീവിക്കുന്ന ആൾക്കാര്. അടുത്തത് അല്ലെങ്കിൽ ഏതെല്ലാം പ്രവർത്തികൾ കൊണ്ടാണ്? നമ്മുടെ സംസാരം, നടപ്പ്, നമ്മുടെ മനസ്സ്, ഏറ്റവും പ്രധാനമായിട്ട് ഒരെണ്ണം വന്നില്ല, അതാ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ. അല്ല, അഹന്ത. നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന അഹന്ത. അടുത്തത് നമ്മള് രക്ഷ എന്ന അല്ലെങ്കിൽ നീതീകരണം എന്ന വിഷയത്തിലേക്ക് നാം കടക്കുവാനിടയായി. എന്തൊക്കെയാണ്? കൃപയാലാണ് അത് ലഭിക്കുവാനായിട്ടിടയായത്. പ്രാശ്ചിത്തമായതും പാപക്ഷമ ലഭിച്ചതുമായ കാര്യങ്ങൾ പഠിച്ചു. അടുത്തത് അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടതെന്ന് പഠിച്ചു. അബ്രഹാം നീതീകരിക്കപ്പെട്ട വിഷയത്തോടുള്ള ബന്ധത്തിൽ 7 വിധമായ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനിടയായി. അത് എന്തൊക്കെയാണ്? ക്രിസ്തുവിൽ കൂടെ നമുക്ക് എന്ത് കിട്ടി? സമാധാനം. 1, ക്രിസ്തുവിൽ നമുക്ക് സമാധാനം ലഭിച്ചു. അടുത്തത് ആക്സസ് ടു ഗോഡ്, ദൈവത്തിങ്കിലേക്ക് പ്രവേശനം ലഭിക്കുവാനായിട്ടിടയായി. നീതീകരണം, രക്ഷ എന്ന വിഷയത്തിനോടുള്ള ബന്ധത്തിലാണ്. ഗ്ലോറിയസ് ഹോപ്പ്. തെളിഞ്ഞു വരുന്ന സ്വഭാവം, നമ്മളിൽ നിന്നും തെളിഞ്ഞു വരുന്ന സ്വഭാവം. പരിശുദ്ധാത്മാവ്. സാൽവേഷൻ ഫ്രം ഫ്യൂച്ചർ റാത്ത്, വരുവാനുള്ള കോപത്തിൽ നിന്നുള്ള വിടുതൽ. അടുത്തത് റീകൺസൈൽ വിത്ത് ഗോഡ്, നിരപ്പ് പ്രാപിക്കുവാനായിട്ടിടയായി. ഈ ആഴ്ച വായിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞതായ വേദവാക്യങ്ങൾ എവിടം തൊട്ട് എവിടം വരെയാ? റോമൻസ് 5-ാം അധ്യായം 12-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെയാണ്. അത് നാം പഠിച്ചു. നീതീകരണം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. എങ്ങനെയാണ് നീതീകരണം അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം നാം പഠിക്കുവാനായിട്ടിടയായി. അതിനാസ്പദമായിട്ട് നാം പഠിച്ചത് എവിടം തൊട്ട് എവിടം വരെയാണ്? വിശ്വാസത്താലുള്ള നീതീകരണം എവിടം തൊട്ട് എവിടം വരെ പഠിച്ചു? അതെ, 3:21 തൊട്ട് 5:11 വരെ അല്ലെ. ഇനി 5:12 തൊട്ട് 21 വരെ നാം പഠിക്കാൻ പോണത് നീതീകരണത്തിന്റെ അടിസ്ഥാനം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. അതിനാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, നമ്മെ ക്രിസ്തുവിൽ കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോ അവനോടുകൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ പൊസിഷൻ എന്താണ് എന്ന് അറിയിക്കുന്നതാണ് അടുത്ത വിഷയം. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ, ഇതുവരെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പ്യൂണിന് പെട്ടെന്ന് ബാങ്കിലെ പ്യൂണാണെന്ന് ചിന്തിക്കുക, പെട്ടെന്ന് അവന് മാനേജറിന്റെ തസ്തികയിലേക്ക് പ്രവേശനം ലഭിച്ചു. അപ്പോൾ സ്വാഭാവികമായി അവൻ കടന്നു വരുന്നതായ അവന്റെ ആ രീതി ഇനി മുതൽ എപ്രകാരമുള്ളതായിരിക്കും? എന്ന് മുതലാണോ ആ ലെറ്റർ അവൻ കൈപ്പറ്റിയത്, അന്ന് മുതൽ
അതായത് ഇപ്പൊ ഒരു പോലീസ് ഓഫീസർ, സാധാരണ ഒരു പോലീസ് ഓഫീസറിന് SIയുടെ യൂണിഫോം കിട്ടി, അല്ലെങ്കിൽ അതിന്റെ ഒരു കൺഫർമേഷൻ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ ആ കിട്ടുന്ന സമയം അവന്റെ അകത്ത് ഒരു ടൈം എഴുതിയിട്ടുണ്ടാവും. ആ ടൈം തൊട്ട് പിന്നെ അവൻ ആരാണ്? SI ആയി. അപ്പോ SI ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ കിട്ടിക്കഴിയുമ്പോൾ, പിന്നെ അവന്റെ ലെവൽ ഓഫ് തിങ്കിങ്, വേ ഓഫ് വാക്കിംഗ്, വേ ഓഫ് ക്യാരക്ടർ എല്ലാം മാറുവാനായിട്ടിടയാകും. അതാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. ക്രിസ്തുവിലാകുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിൻ്റെതായ ഒരു ഗുണലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയാകണം എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോ ക്രിസ്തുവിനോട് 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, 1 കൊരിന്ത്യരിലാണ് 6-ാം അധ്യായം 1-ല് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എന്നുള്ള ഒരു വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ 12-ാം വാക്യം 5:12 നാം ഇപ്രകാരം വായിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന് നാം പഠിക്കുന്നു. അപ്പോ ഇത് വളരെയധികം ചിന്താകുലമുണ്ടാക്കിയ ഒരു വിഷയമാണ്. കാരണം ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടക്കുവാനായിട്ടിടയായി. അപ്പോ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു പാപിയായവൻ മൃഗങ്ങളെ യാഗം കഴിച്ചിട്ടാണ് അവന്റെ പാപത്തു നിന്നും വിമോചനം പ്രാപിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഏക മനുഷ്യനാൽ രക്ഷ എന്നുള്ളത് വളരെയധികം പ്രാവർത്തികമാക്കി അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യനാലാണ് പാപവും മരണവും ലോകത്തിൽ വന്നതെങ്കിൽ അതേ മനുഷ്യന്റെ, അല്ലെങ്കിൽ അതേ മനുഷ്യ രൂപത്തിൽ കടന്നു വന്ന ക്രിസ്തുവിൽ കൂടെ ഒരുവന് രക്ഷാ നിർണയം കൊടുക്കുന്നതായ ഒരു വലിയ പദ്ധതിയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 12-ാം വാക്യത്തിൽ ഏക മനുഷ്യനാൽ എന്നുള്ളത് നമുക്ക് കാണുന്നു. ആ അധ്യായത്തിൽ ഏക മനുഷ്യൻ എന്നുള്ളത് 11 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. 11 പ്രാവശ്യം. അതിന്റെ 14-ാം വാക്യം വായിക്കാം. 5:14. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാഴുന്നു എന്നുള്ള വാക്ക് അത് 5 പ്രാവശ്യം ആ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഇനി അതിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികം എന്നുള്ളത് 5 പ്രാവശ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം, ഏകൻ എന്നുള്ള ആ ഒരൊറ്റ പദത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ ആ ഏകനിൽ കൂടെ അല്ലെങ്കിൽ അടുത്ത ഏകനില് എന്നുള്ളത് എവിടെ ചേരണം? ഏകൻ ആയിരിക്കുന്ന ആദാമിനോട് കൂടെ ചേരണമോ, ഏകനായിരിക്കുന്ന ക്രിസ്തുവിനോട് കൂടെ ചേരണമോ? ഇത് നമുക്ക് അപ്പോ ഏതെങ്കിലും ഒരു ഏകന്റെ അടുക്കൽ കൂടണം. ബൈ ബർത്ത് വി ആർ ഓൾ ഐഡന്റിഫൈഡ് വിത്ത് ആഡം. നമ്മൾ എല്ലാവരും ജനനം കൊണ്ട് ആദാമ്യ പാപത്തിൽപ്പെട്ടതായ മനുഷ്യനാണ്. ബട്ട് ആ ചോയ്സ് ആൻഡ് ഡിസിഷൻ യു ക്യാൻ ഐഡന്റിഫൈ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ആ നമ്മുടെ ചോയ്സ് കൊണ്ട് നമുക്ക് കർത്താവിനോട് ചേരുവാനായിട്ട് സാധിക്കും. ആദാമിനെ വിടുവാനും ക്രിസ്തുവിനോട് ചേരുവാനും ഇടയാകണം. ആദം എന്ന് പറയുന്നത് മെറ്റീരിയൽ കിങ്ഡം, അതായത് ഈ ലോകത്തിൻ്റെതായ സാമ്രാജ്യത്തെ കാണിക്കുകയാണ് മെറ്റീരിയൽ കിങ്ഡം എന്നുള്ളത്. ക്രൈസ്റ്റ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ആത്മീക രാജ്യത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഡിഡ് നോട്ട് ഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ് എന്നുള്ളത് പഠിപ്പിക്കുന്നു. അപ്പോൾ ആദാമിലുള്ളവരെ സഹായിക്കുവാനാണ് യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ വിടുവാനുള്ളതുണ്ട്, നമ്മളെല്ലാരും വിടുവാനുള്ളതുണ്ട്. പക്ഷെ വിടുന്നതിനേക്കാൾ എത്ര അധികമാണ് പ്രാപിക്കുവാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ഭൗതിക സാമ്രാജ്യത്തിൽ നിന്നും ഒരു ആത്മീക സാമ്രാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാനായിട്ട് നമ്മുടെ ഹൃദയവും മനസ്സും വെമ്പൽ കൊള്ളുവാനായിട്ട് ഇടയാകുന്നത്. നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ലൗകികമായ സാഹചര്യങ്ങളാണ്.
പക്ഷേ കിട്ടാനുള്ളത് നിത്യമാണ്. നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ലോകത്തിൽ നമുക്ക് കാണുന്നതാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. പക്ഷെ കിട്ടാനുള്ളത് നിത്യമാണ്. അത് ഹല്ലേലൂയ, അതെ, നേരെ നമുക്ക് അതുകൊണ്ടാണ് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്ന് പത്രോസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ജനനം കൊണ്ട് ഒരു ഗ്രൂപ്പിൽ, പക്ഷെ നമ്മുടെ തീരുമാനം കൊണ്ട് മറ്റേ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ ഗ്രൂപ്പിലേക്ക് ചേരുവാനായിട്ട് സാധിക്കും. ജനനം കൊണ്ട് നാം ആദാമ്യ പാപത്തിന്റെ കുലത്തിലാണ്, പക്ഷേ നമ്മുടെ ഡിസിഷൻ, നമ്മുടെ ചോയ്സ് കൊണ്ട് മറ്റൊരു ഗ്രൂപ്പിലേക്ക്, അതായത് നിത്യമായ ഐഹികമായ ഹല്ലേലൂയ ആ ഒരു ഗ്രൂപ്പിലേക്ക് നമുക്ക് ചേരുവാനായിട്ട്, ഐഹികമല്ലാത്ത ഗ്രൂപ്പിലേക്ക് നമുക്ക് ചേരുവാനായിട്ട് കഴിയും. 1:26 വാക്യം, ഉൽപ്പത്തി 1:26 വാക്യം. അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. വാഴട്ടെ. അപ്പൊ ആ അധികാരമാണ് ആദാമിന് ഉണ്ടാക്കിയപ്പോൾ. ഉൽപ്പത്തി പുസ്തകം 1:26 വാക്യത്തിൽ ആദാമിന് കൊടുത്തത് അധികാരമാണ്, സകലത്തെയും വാഴുവാനായിട്ടുള്ള അധികാരം. പക്ഷേ അവൻ എല്ലാത്തേന്റെയും വാഴേണ്ടതിന് പകരം ഇപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? പാപം അവന്റെ മേൽ വാഴുവാനായിട്ടിടയായി. കാരണം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വാഴുന്ന അധികാരം ആർക്ക് പോയി? പാപം ചെയ്യിച്ചവന് പോകുവാനായിട്ടിടയായി. അതുകൊണ്ടാണ് പാപം വാഴുവാനായിട്ടിടയായത്. അപ്പോൾ യേശുക്രിസ്തുവും ആത്മീക സാമ്രാജ്യത്തിന് മുകളിൽ യേശുക്രിസ്തു ആത്മീക സാമ്രാജ്യത്തിന് മുകളിൽ വാഴുകയാണ്. അവിടെ പാപമില്ല. ഈ മനുഷ്യനിൽ, അതായത് പീലാത്തോസ് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്, ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മനുഷ്യൻ നിർമ്മലനാണ്, പവിത്രനാണ്, നിർദോഷിയാണ്. മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ ക്വാളിറ്റി നമുക്ക് പറയണമെങ്കിൽ, അല്ലെങ്കിൽ കർത്താവായ പവിത്രൻ, നിർദോഷി, പാപങ്ങളോട് വേർപെട്ടവൻ, അനുസരണം പഠിച്ച് തികഞ്ഞവനായിരുന്നു. അതായത് ഒബെയ്ഡ്. അതായത് ആ ഒരു വാക്യം ഉപയോഗിക്കാൻ കാരണം ആദിമ മനുഷ്യൻ ഡിസൊബെയ്ഡ് ആയതുകൊണ്ട് പാപം സംഭവിക്കാനിടയായപ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തു സകലത്തിലും പരിപൂർണമായി പിതാവിനെ അനുസരിച്ച് തികഞ്ഞവനായിരിക്കാനായിട്ടിടയായി എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ ആദാം എന്താണ് കൊണ്ടുവന്നത്? ഹി ബ്രോട്ട് കണ്ടംനേഷൻ. നമുക്ക് ശിക്ഷാവിധി കൊണ്ടുവരുവാനായിട്ട്, മാനവരാശിയുടെ ശിക്ഷാവിധി കൊണ്ടുവരുവാനായിട്ട് ഇടയായതാണ്. പക്ഷേ കർത്താവായ യേശുക്രിസ്തു ഹി ബ്രോട്ട് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം കൊണ്ടുവന്നു. ഒരുവൻ ശിക്ഷാവിധി കൊണ്ടുവന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു നീതീകരണം കൊണ്ടുവരുവാനായിട്ടിടയായി. അടുത്തത് മരണം കൊണ്ടുവന്നു. എന്നാൽ കർത്താവ് കൊണ്ടുവന്നത് എല്ലാ ദോഷവും അഴിച്ചു കളഞ്ഞിട്ട് പിശാചിന്റെ പ്രവർത്തികളെ മാറ്റി, പാപങ്ങളെ നീക്കി, മെയ്ഡ് അസ് അഗെയിൻ സൺസ് ഓഫ് ഗോഡ്, നമ്മെ വീണ്ടും ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാനായിട്ട് ആമേൻ കർത്താവ് കഴിഞ്ഞു. അപ്പോ ഗീവ്സ് അസ് ഇറ്റേണിറ്റി, അതായത് മരണത്തിന് പകരം ജീവൻ പ്രദാനം ചെയ്യുവാൻ, മരിച്ചുപോയ അവസ്ഥയിൽ നിന്നും നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുവാനായിട്ട് ദൈവമായ കർത്താവിൽ കൂടെ നമുക്ക് ഇടയായി എന്നുള്ളത് ഓർപ്പിക്കുന്നു. അതിന്റെ പാരലൽ പാസേജ് ആണ് 1 കൊരിന്ത്യർ 15 21 മുതൽ 22 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഇനി അതിന്റെ 44 മുതൽ 49 വരെയും ആ പുനരുത്ഥാനത്തെ കുറിച്ച് പറയും. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മിക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മിക ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മികമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മികം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും. ആദാമിൽ എല്ലാവരും മരിക്കുന്നു, ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നു. പ്രാകൃത ശരീരം ക്രിസ്തുവിൽ ആത്മീക ശരീരമായി തീരുന്നു. ജീവനുള്ള ദേഹിയായി പ്രാണൻ, അതായത് ജഡമോഹം കടന്നു വരികയാണ് ജീവനുള്ള ദേഹിക്ക്. പക്ഷെ നാം കർത്താവിലാകുമ്പോൾ ജീവിപ്പിക്കുന്ന ആത്മാവായി, സ്വർഗത്തിൽ നിന്നുള്ളവനായി. ആദാം
ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവനായപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നുള്ളവനായി നമ്മെ അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് പ്രാകൃത ശരീരമായി മെനയുവാനിടയായപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം സ്വർഗീയന്മാരായി തീരുവാനിടയായി. രൂപം ധരിച്ചതുപോലെ ആദാം രൂപം ധരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഹെവൻലി പേഴ്സണായി, ഇമേജ് ഓഫ് ഹെവൻലി പേഴ്സൺ, ക്രിസ്തുവിന്റെ ഇമേജ് ധരിക്കുവാൻ നമ്മെ വീണ്ടും ആ ഒരു സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി എന്നുള്ളത് അതിന്റെ 18-19 വാക്യം പാപം ചെയ്തു ശിക്ഷാവിധി കൽപ്പിക്കാനിടയായി. അപ്പോൾ ജഡ്ജ്മെന്റ്, ശിക്ഷാവിധിയും ന്യായവിധിയും പാപം മൂലം കടന്നു വരുവാനിടയായപ്പോൾ കർത്താവിൽ നമുക്ക് പാപമോചനവും അനുസരണം വഴിയുള്ള നീതീകരണവും ലഭിക്കുവാനായിട്ടിടയായി. അനേകർ പാപികളായപ്പോൾ അനേകർക്ക് പാപമോചനം കൊടുക്കുവാനായിട്ട് ക്രിസ്തുവിന് സാധിച്ചു. മരണം വാണപ്പോൾ ഏറ്റവും അധികം ജീവനിൽ ക്രിസ്തുവിൽ വാഴുവാനായിട്ട് കഴിഞ്ഞു. ലംഘനം തുടർന്നുകൊണ്ടേയിരുന്നു. ഏത് ന്യായപ്രമാണത്തിൽ അതിന്റെ സ്കെയിൽ മെഷർ ചെയ്യുമ്പോൾ ലംഘനം തുടർന്നു. ആ മെഷർ സ്കെയിൽ ലംഘനമാണ് എന്നുള്ളത് ബോധ്യമാകുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ ലംഘനം ചെയ്തു എന്നുള്ളത് ബോധ്യമാകുന്നത് ന്യായപ്രമാണത്താലാണ്, അതിന്റെ മെഷറിംഗ് സ്കെയിൽ ഉള്ളത്. പക്ഷേ ജീവന്റെ തോത് അളക്കുവാൻ, ക്രിസ്തുവിൽ അളക്കുവാൻ കൃപ എത്രയധികം പെരുകിക്കൊണ്ടിരിക്കും. അപ്പോ ജീവനിൽ കടന്ന ഒരുവന്റെ ജീവിതത്തിൽ അതിന്റെ മെഷറിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് കർത്താവ് കൊടുക്കുന്നതായ ആ കൃപയാണ് എന്ന് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് പഴയ നിയമം, ബുക്ക് ഓഫ് ജനറേഷൻസ് ഓഫ് ആഡം, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ആദാമിന്റെ വംശപാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. വായിച്ചോ, അതിന്റെ 5-ാം വാക്യം വായിച്ചാട്ടെ. അതിന്റെ 5-ാം വാക്യം, 5-ന്റെ 5. ആദാമിന്റെ ആയുഷ്കാലമാകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. അതിന്റെ 8-ാം വാക്യം, ചേത്തിന്റെ ആയുഷ്കാലമാകെ 912 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. പക്ഷേ പുതിയ നിയമം തുടങ്ങുന്നത് നോക്കിക്കേ. മത്തായി സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ. നോക്കിക്കേ, മരിച്ചു എന്ന് സഹോദരന്മാരെയും ജനിപ്പിച്ചു. മരിച്ചു എന്ന് പഴയ നിയമത്തിൽ നാം കാണുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു ജനിപ്പിച്ചു എന്ന വാക്കാണ് നമുക്ക് കാണുവാൻ ദൈവം ദൈവജനത്തോട് ചേർക്കുവാനായിട്ടിടയായി. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ്. പഴയ നിയമം അവസാനിപ്പിക്കുന്നത് മലാക്കി 4:6 ഒന്ന് വായിച്ചാൽ. മലാക്കി 4:6. ഞാൻ വന്ന ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളും. നോക്കിക്കേ, ഒരു ദണ്ഡനമാണ് മലാക്കിയിൽ നമുക്ക് കാണുവാൻ. പഴയ നിയമത്തിൽ വരുമ്പോൾ ഒരു ദണ്ഡനമാണ് കാണുവാൻ കഴിയുന്നത്. പുതിയ നിയമത്തിന്റെ അവസാനം വരുമ്പോൾ 22-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യം. യാതൊരു ശാപവും ഇനി ഉണ്ടാകിയില്ല, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. നോക്കിക്കേ, പഴയ നിയമത്തിൽ ഒരു ദണ്ഡനം കൊണ്ട് അവസാനിക്കുന്ന സ്ഥലത്ത് പുതിയ നിയമം അവസാനിക്കുമ്പോൾ പെരുകിയപ്പോൾ ഇതിന്റെ എല്ലാം കൺക്ലൂഷൻ എന്ന് പറയുന്നത് ബൈ ബർത്ത്, ജനനം കൊണ്ട് സകല മനുഷ്യ എല്ലാവരും പാപികളായിരുന്നു. പക്ഷെ യേശുവിനെ സ്വീകരിക്കുന്ന ഡിസിഷൻ മൂലം, തീരുമാനം മൂലം യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നവർക്ക് ജീവൻ, ആത്മീകമായ ജീവൻ, നിത്യമായ ജീവൻ പ്രദാനം ചെയ്യുന്നതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇത് ദോസ് ഹു ടേക്ക്, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് എടുക്കണം. അത് ഡിസിഷൻ ഈസ് അവേഴ്സ്. നാം ദൈവം എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നാം എടുക്കുവാനായിട്ട് കരം നീട്ടിയാൽ, വിശ്വാസത്തിന്റെ കരം നീട്ടി നാം അത് എടുക്കുവാനായിട്ട് ഇടയായാൽ നമ്മെ അതിലേക്ക് നിർത്തുവാൻ ദൈവം ശക്തനാണ്. 6-ാം അധ്യായം മുതൽ അങ്ങനെ അംഗീകരിച്ച് സ്വീകരിച്ച ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അതാണ് 6-ാം അധ്യായം മുതൽ നാം കാണുവാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ നേരത്തെ പ്രഖ്യാപനം രക്ഷയുടേതായിരുന്നുവെങ്കിൽ, എന്നാൽ ഇപ്പോൾ ആ
പ്രക്രിയയാണ് 6, 7, 8 അധ്യായങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. എന്റെ മിത്രം, എന്റെ ശത്രു ഞാൻ തന്നെയാണ് എന്ന് പഴയ മനുഷ്യനും പഴയ ചിന്ത, പഴയ പ്രകൃതം ഇതെല്ലാം മാറ്റിയിട്ട് ഒരു പുതിയ മനുഷ്യനായി നമ്മെ വിക്ടറി ഓവർ ദ ഫ്ലഷ്, അതാണ് 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 6-ാം അധ്യായത്തിന്റെ ആ ഒരു പൊസിഷണൽ ഇതിലേക്ക് നമുക്ക് കടക്കുവാനായിട്ട് നാളത്തെ ദിവസം ഒരുങ്ങി കടന്നു വരിക. നാളത്തെ ദിവസം 6-ാം അധ്യായം മുഴുവനായിട്ട് വായിച്ചു കൊണ്ടുവരണമേ എന്ന് ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പറഞ്ഞതായ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ പൊസിഷൻ ചെയ്തപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നതായ മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം പ്രസ്താവിപ്പാനിടയായത്. നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുവാനായിട്ട് ഇടയാകി. എല്ലാ ദിവസവും ചെയ്യുന്ന പ്രക്രിയയുണ്ട്. നാം എന്ത് തന്നെ പൊസിഷൻ ആയാലും എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അതായത് പല്ല് തേച്ചു, കുളിച്ചു, ഇതെല്ലാം നമ്മുടെ എല്ലാ ദിവസവും എന്റെ പൊസിഷൻ മാറി എന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ അധികമായി ഞാൻ ക്രിസ്തുവിലാകുമ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന, വചനധ്യാനം, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുവാനായിട്ട് ഇടയാകണം. കാരണം നമ്മളെ പോഷിപ്പിക്കുവാനിടയാകണം. ഏതിൽ കൂടെ പോഷിപ്പിക്കണം? ദൈവ വചനത്തിൽ കൂടെ പോഷിപ്പിക്കണം. നാം ജഡത്തിലായിരുന്നപ്പോൾ ജഡീക ചിന്തയാണ് നമ്മെ വാണിരുന്നത്. പക്ഷേ നാം ക്രിസ്തുവിലാകുമ്പോൾ നാം കൊടുക്കുന്ന നമ്മുടെ ഫീഡ് അനുസരിച്ചാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയുള്ള ഫീഡാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറേണ്ടത്? അതിനാണ് വചനം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. വചനം നാം ഫീഡ് ചെയ്തിട്ട് അതിനെ ധ്യാനിച്ച് അത് പ്രകാരം നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവികമായ അരുളപ്പാടുകൾ നമുക്ക് അതിൽ നിന്നും ആഴത്തിലുള്ള ദൈവത്തില് ഹല്ലേലൂയ, അതെ, ദൈവസന്നിധിയില് പ്രാർത്ഥന, വേദവചനം, അതുപോലെ തന്നെ ഫെലോഷിപ്പ്, കൂട്ടായ്മ ബന്ധമാണ് ഏറ്റവും അനുഗ്രഹം. കാരണം ഒരുവനെ എൻകറേജ് ചെയ്യണം. ആമേൻ, ഹല്ലേലൂയ, പ്രബോധിപ്പിക്കുമ്പോഴാണ് ഒരു കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീരുന്നത്. അങ്ങനെ ഹല്ലേലൂയ, പ്രാർത്ഥന, വചനധ്യാനം, ഫെലോഷിപ്പ്, ഇത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് നമ്മുടെ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിനെക്കുറിച്ച് നാളെ വ്യക്തമായിട്ട് പറയുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കേൾപ്പിക്കപ്പെട്ട